ഇന്ന് നമ്മളൊരു പൗച്ചാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ടുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു തുണിയുടെ ബാക്കിലായിട്ട് ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള തുണിയുടെ നീളം എടുത്തിട്ടുള്ളത് 16 ഇഞ്ചും വീതി എടുത്തിട്ടുള്ളത് 11 ഇഞ്ചുമാണ്. ഇനി നമുക്ക് ഈ തുണി രണ്ടായിട്ടൊന്ന് മടക്കാം. ഇതാ ഇതുപോലെ മടക്കിയിട്ടുണ്ട്. ഇനി രണ്ടായിട്ട് മടക്കിയ ഈ തുണിയുടെ കോർണർ ഭാഗത്തു നിന്നായിട്ട് ഉള്ളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി വീണ്ടും 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളിതാ ബോക്സ് പോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ രീതിക്ക് തന്നെ അടുത്ത കോർണർ ഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മാർക്ക് ചെയ്തിട്ടുള്ള ഷേപ്പിൽ രണ്ട് സൈഡിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് സൈഡിൽ നിന്നായിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുണി ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കാം. ഇതാ ഈ ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ലൈനിങ് തുണി എടുത്തിട്ടുണ്ട്. ഇനി മെയിൻ ഫാബ്രിക് നമുക്ക് ലൈനിങ് തുണിയുടെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. ഇനി മെയിൻ ഫാബ്രിക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ ലൈനിങ് തുണിയും കൂടെ ചേർത്തിട്ട് അരികിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ലൈനിങ് തുണിയുടെ ബാക്കി വരുന്ന ഭാഗങ്ങൾ രണ്ട് സൈഡിൽ നിന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ സിബാണ് എടുത്തിട്ടുള്ളത്. സിബിൻ്റെ റണ്ണറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സിബിൻ്റെ നല്ല വശം ഇതുപോലെ ബാക്കിലേക്കായിട്ട് വെച്ചിട്ട് തുണിയുടെ അരികിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി മാർക്ക് ചെയ്യുന്ന പോലെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അരികിലൂടെ ആയിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സിബിൻ്റെ അടുത്തൊരു അരിക് ഭാഗത്തേക്കായിട്ട് ഈ ഒരു തുണിയുടെ അടുത്തൊരു അരിക് ഭാഗം ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ആ ഒരു അരിക് ഭാഗം മാർക്ക് ചെയ്യുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗം നല്ല ഭാഗം ഇതുപോലെ പുറത്തേക്കായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നല്ല ഭാഗം പുറത്തേക്കായിട്ട് ഇട്ടതിന് ശേഷം റണ്ണർ ഒന്ന് ഊരിയെടുത്തിട്ട് നമ്മൾ അടുത്ത ഭാഗം സിബ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ അരികിലൂടെയായിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളിതാ ഇതുപോലെ ഒന്ന് വെക്കുക തുണി. ഇനി നമ്മൾ രണ്ട് സൈഡിൽ നിന്നായിട്ട് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മടക്കിയിട്ട് ഇനി നമുക്കിതിലേക്ക് വീണ്ടും റണ്ണർ ഇട്ട് കൊടുക്കാം. റണ്ണർ ആദ്യം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അടുത്തൊരു സൈഡിലോട് ഊരിയെടുക്കുക. വീണ്ടും നമുക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഈ റണ്ണർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെൻറ്റർ ഭാഗത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ തുണി വീണ്ടും ഇതിൻ്റെ ഉൾവശം പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്യുന്ന രീതിക്ക് രണ്ട് സൈഡ് ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് താഴത്തെ രണ്ട് കോർണർ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതാ ഇതുപോലെ കയ്യിലേക്ക് പിടിക്കുക. മാർക്ക് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡും നമ്മൾ ആ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഇതിൻ്റെ നല്ല വശം പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു പൗച്ചാണ് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത്. ഈ ഒരു പൗച്ചിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തറിയിക്കുക. ഇനി അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം.